ശ്രീ വിനോദ് മാത്യുവിലേക്ക് പോകുന്നു. ശ്രീ വിനോദ് മാത്യു, ജാമ്യം കിട്ടുന്നില്ല, കസ്റ്റഡിയിലേക്ക് പോകുന്നു, ഏറ്റവും ഒടുവിൽ പെട്ടെന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞ് എന്താണ് കോടതിയിലേക്ക് ഹർജി പോകുന്നു, ഉടൻ പരിഗണിക്കില്ല എന്ന് ഡൽഹി ഹൈക്കോടതി പറയുന്നു, ബുധനാഴ്ചയാണ് പരിഗണിക്കുക. ഇതൊക്കെയാണെങ്കിലും കോടതികൾ അരവിന്ദ് കെജ്രിവാളിനോട് എന്താണ് ആ കേസിന്റെ മെറിറ്റിൽ നിന്ന് സംസാരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ ശ്രീ വിനോദ് വിൽസൺ മാത്യു? എനിക്ക് ആ ചോദ്യം ക്ലിയർ ആയില്ല, ലാസ്റ്റ് ഭാഗം ക്ലിയർ ആയില്ല. മെറിറ്റിൽ നിന്ന് സംസാരിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വാദം 100% നിരപരാധിയാണ് അരവിന്ദ് കെജ്രിവാൾ, ഈ പറയുന്ന ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറഞ്ഞ മാപ്പ് സാക്ഷിയുടെ വാക്കുബലം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടും കോടതികളിൽ അത് ബോധ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് വിനോദ്? PMLA ആക്ട് എന്ന് പറയുന്ന ഒരു ഡ്രക്കോണിയൻ ലോ ആണ് ഇതിന്റെ ഭാഗം. ഹാഷ്മി, അഴിമതി നിരോധന നിയമം എന്ന് പറയുന്ന 1998 നിയമമുണ്ട്. ആ നിയമമല്ല, കാരണം ആ നിയമം ഇട്ടാൽ ജാമ്യം കൊടുക്കാൻ ഒരുപക്ഷെ കോടതി കഴിയും. ഹാഷ്മിക്ക് അറിയാം, ഒരുപക്ഷെ റീഡിംഗ് ഉള്ള ഒരാളായതുകൊണ്ട്, ക്രിമിനൽ കേസുകളിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പോസ് ചെയ്താൽ പോലും ചില കേസുകളിൽ കോടതികൾ ജാമ്യം കൊടുക്കാറുണ്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ. സുപ്രീം കോടതി പലപ്പോഴും വിചാരണ കോടതികളോട് പറഞ്ഞിട്ടുണ്ട്, മജിസ്ട്രേറ്റ് കോടതികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ പോലും ഒരു സ്റ്റാമ്പ് ആയിരിക്കേണ്ട കാര്യമില്ല, മെറിറ്റിലേക്ക് പോയി ജാമ്യം കൊടുക്കുന്ന സാഹചര്യം പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താ? അഴിമതി നിരോധന നിയമത്തിന്റെ ഭാഗമായിട്ടല്ല ഈ കേസ്. കാരണം 1998 അഴിമതി നിരോധന നിയമത്തിന്റെ ഭാഗമായിട്ടായി കേസെങ്കിൽ കേജ്രിവാളിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. PMLA ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്നവിടെ വെച്ചു. 2002 NDA സർക്കാർ കൊണ്ടുവന്ന നിയമമാണ്. ഈ നിയമം അതിന്റെ 45 എന്ന് പറയുന്ന വകുപ്പുണ്ട്. ആന്റിസിപ്പേറ്ററി ബെയിലിന് പോലും പ്രൊവിഷൻ ഇല്ല, പോക്സോ നിയമത്തിലില്ല, ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ അട്രോസിറ്റി നിയമത്തിലും ഇല്ല. ഈ നിയമത്തിൽ ആ തിണ്ണയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇതിനകത്ത് പ്രതി തെളിയിക്കണം, ബാധ്യത, ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ബാധ്യത, നിയമത്തിന്റെ ബാധ്യത. ഈ കേസിൽ ഈ നിയമത്തിലെ ബാധ്യത പ്രതി കസ്റ്റഡിയിൽ കിടന്ന് തെളിയിക്കണം. ഒരാൾ കസ്റ്റഡിയിൽ പോയാൽ എത്ര ബുദ്ധിമുട്ട്, എവിടെ നിന്നൊക്കെയാണ് ആരോപണം വരുന്നത്, എന്തൊക്കെ കള്ള കേസുകളാണ് ചമയ്ക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? കാരണം സിസ്റ്റം മുഴുവൻ അവരുടെ കയ്യിലല്ലേ. പോലീസ്, ആഭ്യന്തര സംവിധാനങ്ങൾ, ED ഏജൻസികൾ മുഴുവൻ. PMLA ആക്ട് ഇട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? PMLA ആക്ടിൽ ഈ കേസ് കൊണ്ടുവന്നിരിക്കുന്നതിന് വേണ്ടി. കാരണം ED, CBI, അടുത്ത ഘട്ടത്തിൽ ഞാൻ അങ്ങനെയൊക്കെ എത്താം.